സഹോദരന്മാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇടുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് തത്സമയം ലഭിക്കുവാനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടണും കൂടി എനേബിൾ ചെയ്യുക. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മൾക്കെല്ലാവർക്കും നല്ല സമയവും കഷ്ടകാലവും ഉണ്ട്. പക്ഷേ ആ നല്ല സമയത്ത് 1000 പേര് നമ്മുടെ കൂടെ ഉണ്ടാകും. കഷ്ടകാലത്ത് നമ്മുടെ കൂടെ ഒരാളെ ഉള്ളൂ എങ്കിൽ അതിൽ നിന്ന് നമ്മൾക്ക് എന്താ മനസ്സിലാക്കാൻ കഴിയുന്നത്? നമ്മളെ അതുവരെ സ്നേഹിക്കാനും നമ്മുടെ കൂടെ നിൽക്കാനും 1000 പേരുണ്ടായിരുന്നു. ആ 1000 പേരൊന്നും നമ്മുടെ കഷ്ടകാലത്ത് നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല, നമ്മളെ മനസ്സിലാക്കാൻ പോലും ശ്രമിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തി മാത്രമാണ് നമ്മളെ അന്നും ഇന്നും മനസ്സിലാക്കി കൂടെ നിൽക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ഈ വ്യക്തിയാണ് നമ്മളെ ആത്മാർത്ഥമായിട്ട് മനസ്സിലാക്കുന്നതും സ്നേഹിക്കുന്നതും എന്നാണ് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ചിലപ്പോൾ ഈ 1000 പേരുണ്ടെങ്കിൽ 1000 പേര് നമ്മുടെ കൂടെ നിന്നെന്ന് വരില്ല. പുറമേ ആരെങ്കിലും ഒരു വ്യക്തി നമ്മുടെ കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ച് മനസ്സിലാക്കി അവർ നമ്മുടെ കൂടെ നിൽക്കുന്നുണ്ടെങ്കിൽ അവരാണ് നമ്മളെ ആ സമയത്ത് ആത്മാർത്ഥമായി സ്നേഹിക്കുകയും നമ്മൾക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു തരുകയും ചെയ്യുന്നതെങ്കിൽ അവർ നമ്മളെ ആത്മാർത്ഥമായി മനസ്സിലാക്കി നമ്മുടെ കൂടെ നിൽക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തി അവരാണ് നമ്മളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നത്. ഇതുവരെ ഉണ്ടായിരുന്നവരൊന്നും ആത്മാർത്ഥമായി സ്നേഹിച്ചിട്ടില്ല. അവരൊക്കെ അപ്പോഴത്തെ കാര്യങ്ങൾക്ക് മാത്രമാണ് സ്നേഹിച്ചത്. പിന്നെ സമയം മോശമാകുമ്പോൾ നമ്മുടെ കൂടെ 1000 പേരുണ്ടെങ്കിലും 10000 പേരുണ്ടെങ്കിലും നമ്മുടെ സമയം മോശമാകുമ്പോൾ നമ്മൾ പറയുന്ന വാക്കുകൾ പോലും അവർക്ക് ദേഷ്യം വരുന്നതായിരിക്കാം. നിസാരത്തിന് ഇവിടെ വായോ എന്ന് പറഞ്ഞ് വിളിച്ചാൽ പോലും അവർക്കത് ദേഷ്യമായിരിക്കാം, വാശി തോന്നാം. നമ്മളോട് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അവർ ദേഷ്യപ്പെട്ട് അകന്നു പോയി എന്ന് വരും. അത് കൂടെ പിറപ്പ് വരെ ആയിക്കോട്ടെ, നമ്മുടെ സ്വന്തമോ ബന്ധമോ നമ്മുടെ ചുവരിൽ പിറന്നവരോ ആരോ ആയിക്കോട്ടെ, അവർക്ക് ആ സമയത്ത് അങ്ങനെ തോന്നിക്കുന്നതാണ്. നമ്മുടെ സമയം മോശം കാരണം നമ്മൾ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോഴടക്കം അവർക്ക് അങ്ങനെ തോന്നിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മുടെ സമയം മോശം കാരണം അവർക്കത് തോന്നിക്കുന്നു എന്നാണ്. അതിനവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ചിലപ്പോൾ നമ്മൾക്ക് വേണ്ടപ്പെട്ടവർ വരെ നമ്മളെ ഇട്ടിട്ട് പോയെന്ന് വരും ആ സാഹചര്യത്തിൽ. കാരണം അവർക്ക് നമ്മളെ മനസ്സിലാക്കാൻ കഴിയാത്തത് കൊണ്ടാണ്. നമ്മൾ എന്ത് പറഞ്ഞാലും അത് എന്തുകൊണ്ടാണ് പറയുന്നത്, അവന് എന്താണ് സംഭവിച്ചതെന്ന് അവർക്ക് മനസ്സിലാക്കാനുള്ള ഒരു സാഹചര്യം അവർക്ക് കിട്ടുന്നില്ല. ചിലപ്പോൾ പലതരത്തിലും അവർ നമ്മളെ കുറ്റപ്പെടുത്തും. നമ്മൾ നല്ലത് പറഞ്ഞാലും നമ്മളെ കുറ്റപ്പെടുത്തും. അതിനു മുമ്പ് ചെയ്ത പല കാര്യങ്ങളും അവർ ആ സമയത്ത് മറന്നത്. പക്ഷേ പിന്നീട് അവർ എല്ലാം കഴിഞ്ഞ് നമ്മുടെ നല്ല സമയമാകുമ്പോഴോ അല്ലെങ്കിൽ പിന്നീട് ഒരിക്കലോ നമ്മളെക്കുറിച്ച് അവർ ആലോചിക്കും. പക്ഷേ ആ സമയത്ത് ആലോചിച്ചിട്ട് എന്താ കാര്യം? ആലോചിക്കേണ്ട സമയത്ത് അവർക്ക് ആലോചിക്കാനായിട്ട് അത് കഴിയുന്നില്ല. അപ്പോൾ നമ്മൾക്ക് അത്രയും സമയം മോശമായതുകൊണ്ട് നമ്മുടെ കൂടെ നിൽക്കുന്നവർക്ക് പോലും നമ്മളെ മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്നു എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനാരെയും കുറ്റം പറയുകയോ നമ്മൾ അവരോട് ദേഷ്യം കാണിക്കുകയോ ചെയ്തിട്ടൊന്നും കാര്യമില്ല. അതുവരെ ചിലപ്പോൾ നമ്മൾക്ക് നല്ലത് ചെയ്ത് കൂടെ നിന്നവരായിരിക്കാം ഈ നമ്മുടെ സമയം മോശത്തിട്ടിട്ട് പോകുന്നത്. പക്ഷേ എന്ന് വെച്ചിട്ട് നമ്മൾക്ക് അവരോട് ദേഷ്യം കാണിക്കാനോ വാശി കാണിക്കാനോ ഒന്നും കഴിയില്ല. കാരണം നമ്മൾ സ്വയം മനസ്സിലാക്കുക, എൻ്റെ സമയം മോശമായതുകൊണ്ട് എന്നെ അവർക്ക് മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്നു. ഇന്നല്ലെങ്കിൽ നാളെ അവർ നമ്മുടെ നല്ല സമയമാകുമ്പോൾ എല്ലാം മനസ്സിലാക്കി നമ്മുടെ കൂടെ വരും എന്ന് മനസ്സിലാക്കി നമ്മൾ അപ്പോഴും നമ്മുടെ ആത്മാർത്ഥതയും വിശ്വാസവും കൈവിടാതെ നമ്മൾ മുന്നോട്ട് തുടർന്ന് ജീവിക്കാൻ നോക്കുക. അല്ലാതെ എല്ലാവരും എന്നെ ഇട്ടിട്ട് പോയാലും ഇനി ഞാൻ എന്ത് ചെയ്യും എന്നുള്ളത് ആലോചിച്ച് വിഷമിച്ചിട്ട് കാര്യമില്ല. കാരണം നമ്മൾ വിഷമിക്കുന്തോറും വിഷമിച്ചുകൊണ്ടിരിക്കുക മാത്രമേ ഉള്ളൂ. നമ്മുടെ സാഹചര്യങ്ങളെല്ലാം നല്ലതാകുമ്പോഴേ നമ്മുടെ കൂടെ നിൽക്കാനും ആൾക്കാരുണ്ടാവുള്ളൂ. അല്ലാത്ത സമയത്ത് നമ്മൾ എന്ത് ചെയ്താലും അത് തെറ്റായിട്ട് മാത്രമേ തോന്നുള്ളൂ. നല്ല സമയമാണെങ്കിൽ ഇപ്പോൾ നമ്മളൊരു ബിസിനസ് ചെയ്യുകയാണെങ്കിലും ഒരുപാട് ഉയർച്ചയിലെത്തും. പക്ഷെ അത് മോശമായ സമയമാണെങ്കിൽ നമ്മൾ എത്ര തന്നെ പൈസ മുടക്കി എന്തൊക്കെ ചെയ്താലും നമ്മൾ താഴോട്ട് മാത്രമേ വരുള്ളൂ. അതേപോലെയാണ് ജീവിതമാണെങ്കിലും. ആ സമയത്ത് നമ്മൾ എന്ത് തന്നെ ചെയ്താലും നമ്മളെ മനസ്സിലാക്കാതെ പോകും. പക്ഷെ അതിനാരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അത് നമ്മുടെ സമയം മോശം ആണെന്ന് വിചാരിച്ച് നമ്മൾ സ്വയം ദുഃഖിക്കുക, അല്ലാതെ ആരെയും അതിൽ കുറ്റപ്പെടുത്തിയിട്ട് യാതൊരു കാര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ ചെറിയൊരു വീഡിയോ ഇവിടെ നിർത്തുന്നു. വേറെയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരേക്കും ഓക്കെ, ബൈ.